നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ടസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഡിസൈനിന്റെ കോഴ്സിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ക്ലാസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ നേരെ ടോപ്പിക്കിലേക്ക് തന്നെ കടക്കുകയാണ്. നമ്മൾ ഏതൊരു ഇലക്ട്രിക് വെഹിക്കിൾ, അതായത് ഇറ്റ് വിൽ ബി ടു വീലർ ആയിക്കോട്ടെ, ഫോർ വീലർ ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും. അതായത് അതിന്റെ ഏറ്റവും എൻഡിലെ സാധനം എന്ന് പറഞ്ഞാൽ മോട്ടറാണ്. മോട്ടർ ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്. അതായത് നമ്മുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മൂവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം മോട്ടർ ആയിരിക്കും. ആ മോട്ടറിന്റെ അകത്തേക്ക് ടയർ ഘടിപ്പിച്ചോ, അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഡയറക്റ്റ് ടയറിൽ തന്നെ മോട്ടർ വരുന്ന ഹബ് മോട്ടേഴ്സ് എന്ന് വരുന്ന അങ്ങനെ പല പല മെത്തേഡ്സ് ഉണ്ട്. അതുവഴിയാണ് ഒരു മൂവ്മെന്റ് സാധ്യമാകുന്നത്. എന്നാൽ അതിന്റെ ഈ മോട്ടറിന്റെ മൂവ്മെന്റ് എങ്ങനെ വേണം എന്നുള്ളത്, ഇപ്പൊ ഒരു നോർമൽ മോട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ ജസ്റ്റ് അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റോപ്പിംഗ് മതി. പക്ഷെ ഇത് അങ്ങനെയല്ല, പല പല ആവശ്യങ്ങളുണ്ടാവും. സപ്പോസ് നമ്മളൊരു മല കയറുവാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു മൂവ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. മല ഇറക്കത്തിൽ ഡിഫറെന്റ് ആയിരിക്കും, ഒരു ഫ്ലാറ്റ് റോഡിൽ ഡിഫറെന്റ് ആയിരിക്കും, ഓരോന്നും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ മോട്ടറിനെ പ്രോപ്പർലി ഗൈഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ കൺട്രോളർ എന്ന് പറഞ്ഞ ഒരു സംഭവം ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു ബ്രെയിൻ ഓഫ് ദ ഇ വി എന്ന് പറഞ്ഞ കൺട്രോളറാണ്. പിന്നെ അതിന്റെ സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാം ആണ് കാണുന്നത്. മെയിൻലി പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് മൈക്രോ കൺട്രോളർ ഉണ്ട്, അവരാണ് ഇതിന്റെ ബ്രെയിൻ. അത് നമ്മുടെ മോട്ടറിലേക്ക് കറസ്പോണ്ടിങ്ലി യൂസിങ് പവർ സർക്യൂട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ട മോസ്ഫെറ്റ് പോലത്തെ യൂസ് ചെയ്തിട്ട് മോട്ടറിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നു. എന്നാൽ ഇതുകൂടാതെ ഈ മോട്ടർ എങ്ങനെ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ച് വർക്ക് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി അതിലൊരു സെൻസിങ് മെക്കാനിസം കൂടി ഉണ്ടാവും. അതും ഈ കൺട്രോളറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് നടത്തും. അങ്ങനെ ആകുമ്പോഴാണ് ഇതിന്റെ പ്രോപ്പർ വർക്കിംഗ് സാധ്യമാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന പാർട്ടുകളൊക്കെ വരുന്നത്, ബാറ്ററി വരുന്നുണ്ട്, ഓക്സിലറി പവർ ഉണ്ട്, ബ്രേക്കിന്റെ ഒക്കെ ഇൻപുട്സ് അതിലേക്ക് പോകുന്നതാണ്. പിന്നെ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോജിക്സ് യൂസ് ചെയ്യാറുണ്ട്. ക്യാൻ, UART, ലിൻ എന്നൊക്കെ പറഞ്ഞുള്ള ഡിഫറെന്റ് ലോജിക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിലെ മെയിൻ ഹീറോ എന്ന് പറഞ്ഞാൽ, അതായത് ഈ നമ്മുടെ കൺട്രോളറിന്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളറാണ് അതിന്റെ ഹീറോ എന്ന് പറഞ്ഞാൽ. ഇവനിലേക്ക് ഡിഫറെന്റ് സിഗ്നൽസും ചെല്ലുന്നു. അതുകൂടാതെ ആ മോട്ടറിന്റെ പൊസിഷൻസും സെൻസ് ചെയ്തിട്ടുള്ള പാർട്ടും വരുന്നു. അപ്പോൾ അതിലൂടെ ഇവൻ കൃത്യമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ചാണ് നമ്മുടെ മോട്ടോർ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ EV പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു ഡ്രൈവിംഗ് സർക്യൂട്ടിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അതായത് ഇത് കാണുന്ന മോട്ടറിന്റെ ആ കോയിൽസ് ആണ്, ABC എന്ന് പറഞ്ഞ കോയിൽസ് ആണ് കാണുന്നത്. അതിന്റെ പൊസിഷൻസിന് വേണ്ടി ഹോൾ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അതിന്റെ മോസ്ഫെറ്റ് എന്നൊക്കെ പറഞ്ഞ സ്വിച്ച് ആണ്. അപ്പൊ ഇത് വിശദമായിട്ട് നമ്മൾ അതിന്റെ ഓരോ പാർട്ട് നമ്മൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പൊ നമ്മൾ PPT-യിൽ ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാംസ് കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറയുന്ന നമ്മൾ കൺട്രോൾ സിഗ്നൽസ് കൊടുക്കുന്നത്. ഇപ്പോൾ ടൂ വീലറിൻ്റെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ടൂ വീലറിൻ്റെ അകത്ത് നമ്മുടെ ത്രോട്ടിലാണ് കാണുന്നത്. ത്രോട്ടിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കറക്കുന്ന അനുസരിച്ച് നമ്മുടെ നോർമൽ വണ്ടിയിലുള്ള പോലെ തന്നെ അതിൽ കറങ്ങുമ്പോൾ ഇത് കൊടുക്കുന്ന അനുസരിച്ച് നമ്മുടെ സാധാരണ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലെങ്കിൽ നമ്മുടെ പെട്രോൾ എഞ്ചിൻസിനാണെങ്കിൽ പെട്രോളിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ട് നമ്മുടെ എഞ്ചിന്റെ സ്പീഡ് അല്ലെങ്കിൽ പവർ അഡ്ജസ്റ്റ് ആവുന്നു. ഇതിൽ വരുന്നത് എന്താ, ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ കൊടുക്കുന്ന ഇതിൻ്റെ അകത്തൊരു റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ കപ്പാസിറ്റൻസിന്റെ ഒക്കെ വേരിയേഷൻസ് ആണ്. അപ്പോൾ അത് സിഗ്നലായിട്ട് സെൻഡായിട്ട് അത് നമ്മുടെ കൺട്രോളർ വഴി മോട്ടർ ഇന്റർപ്റ്റ് ചെയ്ത് അതനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട്, മോട്ടറിന്റെ സ്പീഡും കാര്യങ്ങളും അതനുസരിച്ച് കൺട്രോൾ ആവുന്നു. ഇതിൽ അഡീഷണലി ഹോണിനൊക്കെ വേണ്ടിയുള്ള ഒരു പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൂ വീലറിനാണ്. അപ്പോൾ അതിന്റെ കണക്ഷൻസ് ഒക്കെ കാണാം. അപ്പോൾ ഇത് ഒരെണ്ണം ഹോണിന്റെയും ഒരെണ്ണം നമ്മുടെ മോട്ടറിന് വേണ്ടിയുള്ള കണക്ഷൻസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ കൺട്രോൾ പാർട്ട്. ഇനി അത് ചെല്ലുന്നത് ഈ പറഞ്ഞ കൺട്രോളറിലാണ്. ഇതിന് ഡ്രൈവ് എന്നും വിളിക്കും നമ്മൾ. അപ്പോൾ ഡ്രൈവിന്റെ അത് ഡിഫറെന്റ് സെറ്റ് ഓഫ് വയേഴ്സ് കാണാം. നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള, ബാറ്ററിയുടെ കണക്ഷൻസ് ചെയ്യാനുള്ള വയറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൺട്രോളറിന്റെ റേറ്റിംഗ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് കാണാം. 48 വോൾട്ട്, 28 ആംപിയർ, 50 വാട്ട്സ് വരെയുള്ള ഇത് ഓടിക്കാം. അതിന്റെ ബ്രേക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതിന്റെ വോൾട്ടേജിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ മോട്ടറിനും നമ്മുടെ ബാറ്ററിക്കും എല്ലാം അനുസൃതമായിട്ടുള്ള ഒരു കൺട്രോളർ ആയിരിക്കും ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ബാക്കിയുള്ള കണക്ഷൻ, മോട്ടറിലേക്കുള്ള കണക്ഷൻസും പിന്നെ കൺട്രോളേഴ്സിലേക്കുള്ള വേരിയസ് സിഗ്നൽസ് വരുന്ന കണക്ഷൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് കാണാം. ഇതിപ്പോൾ ഇതിന്റെ ഒരു കാറ്റലോഗ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ വയർ എന്തിനാണെന്നുള്ളത് ഓരോ ഡ്രൈവിന്റെ ഇതിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. നമ്മളത് ബൈഹാർട്ട് ചെയ്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ പ്ലസും മൈനസും പിന്നെ ബ്ലാക്കും റെഡും ആണെന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഡയഗ്രാം നോക്കിയിട്ട് കറക്റ്റ് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി
ഇതിലെ പ്രധാന നായകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറാണല്ലോ. മോട്ടർ ഇതിപ്പോൾ നമ്മുടെ മിഡ് ഡ്രൈവ് മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആളാണ്. അപ്പോൾ ഇത് 550 വാട്ട്സിന്റെ മോട്ടറാണ്. ഇതിൻ്റെ അകത്ത് അതിൻ്റെ റേറ്റഡ് കറണ്ട് എല്ലാം കൊടുത്തേക്കണം, അതിൻ്റെ വോൾട്ടേജ് കൊടുത്തേക്കണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ഐറ്റംസ് എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ ഈ മോട്ടറിന് കോമ്പാക്റ്റബിൾ ആയിരിക്കണം. ഈ ഡ്രൈവും മോട്ടറും ബാറ്ററിയും എല്ലാം കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഏതൊരു ഇത് ഡിസൈൻ ചെയ്യാനും. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് ഒക്കെ കൊടുക്കാനുള്ളത് ഇവിടെ കാണാം. നമ്മുടെ കൺട്രോളറായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കുക എന്നുള്ള പാട്ട് കാണാം. മിഡ് ഡ്രൈവ് മോട്ടറാണ്. ഇത് ഹബ് ടൈപ്പ് മോട്ടറാണ്. ഓക്കെ, ഇത് ഒരു സ്കൂട്ടറിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. 2 വീലറിൻ്റെ സ്കൂട്ടറിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഇതിൽ ഷോക്ക് അബ്സോർബർ ഒക്കെ കാണാം. ഞാനിതിൽ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടർ, ഹബ് മോട്ടറാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് BLDC മോട്ടർ തന്നെയാണ്. അത് മറ്റേ ടയറുമായിട്ട് ബന്ധിപ്പിച്ചുള്ള രീതിയിൽ, അതായത് ആ റിമ്മിൻ്റെ പ്ലേസിൽ വരുന്നത് ഈ മോട്ടറാന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കണ്ട കൺട്രോളർ ഇതിൽ ഓൾറെഡി ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെച്ചേക്കാണ്. കൺട്രോളറിൻ്റെ കണക്ഷൻസ് ഇതിൻ്റെ അകത്ത് ചെയ്തേക്കണ കാണാം. ഓക്കെ, ഇനി ഇതിൽ പ്രധാന ഒരാളെ പരിചയപ്പെടുത്തേണ്ടത് ബാറ്ററിയാണ്. അപ്പോൾ ഇതിൽ ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, 48 വോൾട്ടിൻ്റെ പ്രധാന പാർട്ട്. ഇതുകൂടാതെ നമ്മൾ ഇത് അഴിച്ചു നോക്കി ഇതിൻ്റെ അകത്ത് വേരിയസ് PCB ഇങ്ങനത്തെ മെക്കാനിസംസ് ഒക്കെ കാണാം. അതിൻ്റെ അകത്ത് മോസ്ഫെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അത് പഠിക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ള പവർ ഇലക്ട്രോണിക്സിൻ്റെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓരോ പാർട്ടും, അതേപോലെ മോട്ടറാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. കൺട്രോളർ, മോട്ടർ, അങ്ങനെയുള്ള ഓരോ ഈച്ച് ആൻഡ് എവരി പാർട്ട് തന്നെ നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മൾ പഠിച്ചാലാണ് ഒരു ഫുൾ EV വരുന്നത്. ഇത്